അപ്പോൾ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ ഡൽഹിയിലെത്തി. ഏകദേശം ഒരു 10 ദിവസം എന്തായാലും ഡൽഹിയിൽ കാണും. രാവിലെ തന്നെ വേഗം പണിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു കിടിലം ഫോർച്യൂണർ നമ്മളെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. 2014 മോഡൽ ഫോർച്യൂണറാണ്. 4x2 ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇത് ബ്ലാക്ക് കളർ വണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ വണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു സുഹൃത്തന്നെ, നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെ വണ്ടി വാങ്ങിച്ചു. അപ്പോൾ വീണ്ടും ഒരു ബ്ലാക്ക് കിട്ടിയപ്പോൾ, കാരണം ബ്ലാക്കിന് അത്യാവശ്യം നല്ലൊരു എൻക്വയറി നമ്മുടെ നാട്ടിലുണ്ട്. വണ്ടികൾ കുറച്ചൊരു റെയറുമാണ് ബ്ലാക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി കണ്ട സമയത്ത് തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വണ്ടിയാണ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയിലുള്ളൊരു വണ്ടി തന്നെയാണ് ഈ ഒരു ഫോർച്യൂണർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. 2014 ലാസ്റ്റാണ് കേട്ടോ വണ്ടി. 2014 12-ാം മാസമാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 1,37,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ത്രൂ ഔട്ട് കമ്പനി സർവീസ് തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത നല്ലൊരു ക്ലീൻ പീസ് ഫോർച്യൂണർ ബ്ലാക്ക് കളറാണ്. ഇപ്പം ഇത് പൊടി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ ഒരു അത്ര ഇത് ക്ലിയർ തോന്നാത്തത്. കുറച്ച് അത്യാവശ്യം പൊടിയുണ്ട്. പൊടിയൊക്കെ തട്ടിക്കളഞ്ഞൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാവും. ഫ്രണ്ട് ഗ്ലാസ് ഈ വണ്ടിയുടേത് റീപ്ലേസ്ഡ് ആണ് കേട്ടോ. പൊതുവെ ഒരു 90% ഡൽഹിയിലെ വണ്ടികളും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് തന്നെ ആയിരിക്കും. പ്രത്യേകം ഞാൻ പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. മേജർ ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഏതായാലും ഈ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് മാറിയ സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ തുറന്നു നോക്കി. വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് ഇൻറ്റീരിയറിൽ തുടങ്ങിയാലോ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തരാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തും ഒരു 5-8 വണ്ടികൾ ഇൻഡിവിജ്വലായിട്ട് കാണിച്ചിട്ടാണ് തുടങ്ങിയിരുന്നത്. അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാരണം നോർമലി ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഫുള്ളായിട്ടുള്ള വണ്ടിയുടെ ഓവറോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ വണ്ടിയും കാണിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും നമുക്ക് കാണിക്കാൻ പറ്റും. എനിക്ക് കാണുന്ന അതേ കാര്യം നിങ്ങൾക്കും കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ കാണിക്കാൻ വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ നിന്ന് തുടങ്ങാം. നല്ല ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയറാണ്. അതായത് ബട്ടൻ്റെ കളറോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ആയിട്ടില്ല. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഫോർച്യൂണറിനകത്ത് വരുന്ന സ്റ്റീരിയോ ആണ്. 4x2 ഓട്ടോമാറ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഡാഷ്ബോർഡിൻ്റെ അവിടെ ചെറുതായിട്ടൊരു കളറ് പോയിട്ടുണ്ട്. എന്നാലും വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. റൂഫൊക്കെ ആണെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വൃത്തിയുണ്ട് കേട്ടോ. ഞാനൊരു മരത്തിൻ്റെ ചുവട്ടിൽ നിർത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്, വെയിൽ കുറവുള്ള സ്ഥലം നോക്കിയിട്ട്. പിന്നെ ഇത് കിലോമീറ്റർ വരുന്നത് 1,37,600 സംതിങ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ തന്നെയാണ്, കമ്പനി സീറ്റ് കവറാണ്. പിന്നെ ഡോറൊന്നും മാറിയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ സൈഡത്തെ ഡോറ് ഒറിജിനൽ ഡോറ് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് നമുക്ക് നോക്കാം. 14 ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഒരു ഗ്ലാസും 14 ആണ്, ഇതും 14 ആണ്. ഈ ഒരു ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും കമ്പനി സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ള ഡോർ തന്നെയാണ്. പുറകിലെ സീറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. എന്തായാലും 14 മോഡലാണ്, 10 കൊല്ലം പഴക്കമുണ്ട്. അപ്പം അതിൻ്റേതായ കാലപ്പഴക്കത്തിൻ്റേതായ കുറച്ച് പോരായ്മകൾ അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ പുതിയ വണ്ടിയല്ല വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പുറകത്തെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ടൊയോട്ട ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 2 ഗ്ലാസും ടൊയോട്ട ഗ്ലാസ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്കി നോക്കാം. ഡിക്കി നോക്കുന്ന സമയത്ത് ഡിക്കി ഡോറും ഒറിജിനൽ ഡോർ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സൈഡിലൊന്നും വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ എല്ലാം ആ ഒരു പഞ്ചിങ് മാർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിലും ഇവിടെ കണ്ട വേറെ വർക്ക് എടുത്തായിട്ടൊന്നും തോന്നുന്നില്ല. എല്ലാം ഒരു സ്റ്റോക്ക് തന്നെയാണ്. ജാക്കി കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ പുറകിലൊക്കെ വേണമെങ്കിൽ ഒന്ന് അഴിച്ചു നോക്കാം. യെസ്, ഇതൊക്കെ ആ പഞ്ചിങ് ഒക്കെ തന്നെയുണ്ട്. ഇവിടെ ഒന്നും വർക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. തുരുമ്പും കാര്യങ്ങളൊന്നും ഇവിടെ പോലും വന്നിട്ടില്ല. സാധാരണ ഒരുവിധ ഫോർച്യൂണറൊക്കെ ഇവിടെയൊക്കെ റെസ്റ്റ് വരാറുണ്ട്. അപ്പോൾ ഇതിനതൊന്നും വന്നിട്ടില്ല. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്തായാലും ചെയ്തിട്ടുണ്ടാകും. ബമ്പർ കോർണറൊക്കെ ടച്ചപ്പ് എന്തായാലും ചെയ്തിട്ടുണ്ടാവും. സ്റ്റെപ്പിനി ഉണ്ട് കേട്ടോ. നമുക്കൊരു 95% സ്റ്റെപ്പിനി പറയാൻ പറ്റും. അത്യാവശ്യം നല്ല കട്ടയുള്ള സ്റ്റെപ്പിനി കേട്ടോ. നല്ല ത്രെഡ് ഉണ്ട്, കുറേ ഓടാനുള്ള ത്രെഡ് കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റെപ്പിനിയാണ്. ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസും ടൊയോട്ടയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഡോറ് നോക്കുകയാണെങ്കിൽ ഇതും ഒറിജിനൽ ഡോറ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ നിന്ന് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയറൊക്കെ തന്നെയാണ്.
ഗ്ലാസ് 14 ഡോറ് ഒറിജിനലാണ്, ഒറിജിനൽ പേസ്റ്റിങ് ഉണ്ട്. ഈ സൈഡിലാണ് ഞാൻ പറഞ്ഞ ഡാഷ്ബോർഡിൻ്റെ ചെറിയൊരു കളറ് ഫെയ്ഡായിട്ടുള്ളത്. എനിക്ക് എന്തോ ഒരു സ്ക്രാച്ച് ആയതാണ്. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് പെയിൻറ്റ് ചെയ്താൽ മതി. മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. ഞാനൊരു മൈനർ പ്രശ്നം കണ്ടെത്തിയപ്പോൾ അതൊന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഓൾറൗണ്ട് ടയർ ഭാഗങ്ങളൊക്കെ നോക്കി വരാം. ഇപ്പോൾ ഈ ഒരു ടയർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 60% ടയർ പറയാൻ പറ്റും കേട്ടോ. അത് പിന്നെ പുറകത്തെ ഈ ഒരു ടയറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 90% ടയർ പറയാൻ പറ്റും. യൊക്കോഹാമയുടെ ടയറാണ്. ഇനി നമുക്ക് ആ സൈഡത്തെ ടയറും കൂടി ഒന്ന് നോക്കാം. യെസ്, ഇതും നമുക്കൊരു 90% ടയർ, 90% ടയർ അവൈലബിൾ ആണ്. ഈ ഒരു സൈഡത്തെ ഫ്രണ്ടത്തെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 75% ടയർ പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ത്രെഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾ കണ്ടല്ലോ, നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പോൾ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ടയർ കാര്യങ്ങളൊന്നും മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. എൻജിൻ റൂമും കൂടി ഏതായാലും ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. നമുക്ക് ഇനി എൻജിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മേജറായിട്ടുള്ള തട്ടലോ മുട്ടലോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കാം. യെസ്, പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സാധാരണ ഡൽഹി വണ്ടി ഫുൾ ഡസ്റ്റ് ആയിരിക്കും, എൻജിൻ റൂമൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതും ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആപ്രോൺ ഭാഗങ്ങളിലേക്ക് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും പഞ്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും വർക്ക് എടുത്തായിട്ട് ഫീൽ ചെയ്യുന്നില്ല. റേഡിയേറ്റർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വേറെ മേജർ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ്. നമുക്ക് വേറെ പഞ്ചിങ്ങിലോ ഒന്നും മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ നോക്കിയ സമയത്ത് ഇവിടെ ചെറിയൊരു ഈ ഒരു ക്രോസ് ബമ്പറിൻ്റെ മുകളിൽ ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ക്രോസ് ബമ്പറിൻ്റെ അവിടെ മാത്രം തട്ടിയിട്ട് ചെറുതായിട്ടൊന്നൊരു വർക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഉള്ളോട്ടോ കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ബോണറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്, റീപ്ലേസ്ഡ് അല്ല, ഒറിജിനൽ തന്നെയാണ്. അപ്പോൾ ഏതായാലും നല്ലൊരു ക്വാളിറ്റിയിലുള്ള എൻജിൻ റൂം തന്നെയാണ് വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. മേജറായിട്ടുള്ള തട്ടലോ മുട്ടലോ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഈ ഗ്രില്ല് കാര്യങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഹെഡ് ലാമ്പോ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അതൊന്നും ഇപ്പോൾ നമുക്കൊരു ഉറപ്പ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഉള്ളോട്ടുള്ള വേറെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രെയിമിനകത്ത് വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ബോണറ്റോ ബമ്പറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹെഡ് ലാമ്പോ കാര്യങ്ങളോ മാറിയില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരിക്കും കൊടുക്കാൻ പറ്റില്ല. കാരണം ചിലപ്പം മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മാറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറിയെന്ന് പറയുമ്പം അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ചില സമയത്ത് തീർച്ചയായിട്ടും ഇതൊക്കെ മാറിയിട്ടുണ്ട്. കാരണം ഡൽഹി റോഡുകളിലൂടെ ഓടിയ വണ്ടിയാണ്. തീർച്ചയായിട്ടും ഈ ബമ്പർ കാര്യങ്ങളൊക്കെ ടച്ചപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ റീപെയിൻറ്റും ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്തിട്ടില്ലെങ്കിലാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഗ്ലാസ്സൊക്കെ ആണെങ്കിലും എനിക്കൊന്ന് ഇത് മാറിയ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ഒരു ഷൈനിങ് ഉണ്ട്. ഇത് കുറച്ചൊരു ഫെയ്ഡായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒറിജിനൽ ഗ്ലാസും അത് മാറിയ ഹെഡ് ലാമ്പും ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഈ ഹെഡ് ലാമ്പ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ അതങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഇവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. ഈ ഒരു പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും വർക്ക് എടുത്തിട്ടില്ല. നല്ലൊരു ബാറ്ററിയാണ്, ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഞാൻ ഏതായാലും ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. ഏതായാലും വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും. വർക്കിങ്ങിനകത്തൊന്നും വേറെ അബ്നോർമലായിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. അത്യാവശ്യം നല്ല വർക്കിംഗ് ഒക്കെ തന്നെയാണുള്ളത്. ഓയിലൊന്നും അടുത്തതായിട്ടൊന്നും മാറ്റേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഓയിൽ തന്നെയാണ് വണ്ടിക്കകത്തുള്ളത്. നല്ല വർക്കിംഗ് ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ മണിയടിക്കുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനൊന്ന് റേസിങ് കൂടി ചെയ്തു തരാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും നല്ല വർക്കിങ്ങിലുള്ള ഒരു ഫോർച്യൂണർ. നമുക്ക് ഏതായാലും ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ അടച്ച് ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ ഒന്ന് ഏതായാലും പറയാം. അപ്പോൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില അല്ല, കിട്ടേണ്ട വില 10,85,000 രൂപ. നല്ല റീസണബിൾ ആയിട്ടുള്ളൊരു റേറ്റ് തന്നെയാണ് ഈ ഒരു 10,85 എന്ന് പറയുന്നത്. 10,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2014 ലാസ്റ്റുള്ള 4x2 ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഫോർച്യൂണർ,
അത് 1:37 ഓടിയിട്ടുള്ളത് കേട്ടോ. അപ്പം നല്ലൊരു ചോയ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ വണ്ടിയാണ്. ബോഡി വൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് അല്ലാതെ വേറെ ബോഡി പാർട്സോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടുമില്ല. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ വണ്ടി ഇപ്പം നമ്മളെ സബ്സ്ക്രൈബർ ആരെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ വേറെ പുറത്തുള്ള ആമ്പിള്ളേർ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ബ്ലാക്ക് ഫോർച്യൂണറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. HR26 ഹരിയാന ഗുഡ്ഗാവ് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനത് ആദ്യം തന്നെ പറഞ്ഞു വിചാരിച്ച് ഞാൻ വിട്ടുപോയി. ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററിക്കകത്ത് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് 2021 10ാം മാസത്തിലാണ് സർവീസ് ചെയ്ത് 1,20,000 കിലോമീറ്ററാണ് ലാസ്റ്റ് സർവീസ് ചെയ്തത്. ലാസ്റ്റ് സർവീസ് മീൻസ് കറക്റ്റായിട്ട് ത്രൂ ഔട്ട് കമ്പനി സർവീസ് തന്നെയാണ്. എല്ലാ ഓയിൽ ചേഞ്ചിങ്ങിൻ്റെ സമയത്തൊക്കെ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റി വന്ന വണ്ടിയാണ്. അപ്പോൾ 2021 10ാം മാസത്തിൽ 1,20,000 കമ്പനി സർവീസ് ചെയ്തു. പിന്നെ അതിനുശേഷം 2022 7ാം മാസത്തിലാണ് കമ്പനി സർവീസിന് കയറിയത്. അന്ന് 1,30,000 കിലോമീറ്റർ ആയിരുന്നു മീറ്ററിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ ആ ഒരു ഡാറ്റാബേസിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് 2,30,000 ആയിപ്പോയി. അപ്പം ഹിസ്റ്ററിക്കകത്ത് 1,20 കഴിഞ്ഞിട്ട് പിന്നെ 2,30 സർവീസ് കിടക്കുന്നത്. ജസ്റ്റ് ഒരു കൊല്ലം കൊണ്ട് എന്തായാലും 1,00,000 കിലോമീറ്റർ എന്തായാലും ഓടില്ലല്ലോ. ഒരു കൊല്ലമല്ല, ജസ്റ്റ് 7 മാസം എന്തോ വരുന്നത്. 7 മാസത്തെ ഗ്യാപ്പ് കൊണ്ടാണ് ആ ഒരു ഇത് മീറ്ററിൻ്റെ ആ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്. 2,30 ആയിപ്പോയി. അപ്പം അതിനുശേഷം ഇപ്പം 1,37 മീറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ അന്ന് 1,30 ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഈ സംസാരിച്ച് ഓണർ കമ്പനിക്ക്, ടൊയോട്ട കമ്പനിക്ക് ഇതിൻ്റെ മെയിൽ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏതായാലും നിലവിൽ 1,37,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 1,20 അതിനുശേഷം 1,30 ആണ് ഓടിയിട്ടുള്ളത്. ആ 1,30 പകരമാണ് കേട്ടോ 2,30 ഹിസ്റ്ററിക്കകത്ത് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന്, അത് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചാണ്. ഒരിക്കലും ഒരു കിലോമീറ്റർ ടാമ്പറിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. കാരണം അതിൻ്റെ ആ ഒരു കിലോമീറ്ററിൻ്റെ അത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം 7 മാസം കൊണ്ട് എന്തായാലും 1,00,000 കിലോമീറ്റർ ആ റേഞ്ചിൽ എന്തായാലും ഓടൂല. ഡൽഹിയിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നമ്മളെ സ്ഥിതി അറിയാലോ. എല്ലാ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്കും എന്താ പറയുക, നമ്മളൊന്നും ദുരിതത്തിലൊന്നും പെടാതിരിക്കട്ടെ. പെട്ടവരെ സഹായിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഞാനതിൽ വീഡിയോക്കകത്തൊന്ന് പറയാൻ വിചാരിച്ചാണ്. വയനാടിനെ പോലത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കുടുങ്ങി കിടക്കുന്ന കുറേ ആളുകളുണ്ട്. സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ കുടുംബക്കാരുടെയൊക്കെ ബോഡി വരെ കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മളെക്കൊണ്ടാവുന്ന സഹായങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊണ്ട് അതിനകത്തേക്ക് നമ്മളെക്കൊണ്ട് ഫിനാൻഷ്യലി സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്തു കൊടുക്കുക. ഇനി നേരിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിലൊന്ന് ചെയ്തു കൊടുക്കുക. ആ കാര്യം കൂടി ഒന്ന് നമ്മൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് ദിവസം വയനാട്ടിലൊന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ അവിടേക്ക് പോകുന്നതിലൊക്കെ കുറച്ചൊരു വിലക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ അടുത്ത് തന്നെയാണ് വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഡിവിജ്വലി പോയിട്ട് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് പോകാതിരുന്നത്. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞൊരു 20 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോകുന്ന സമയത്ത് ഒന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള കാര്യം കൂടി ഒന്ന് ചെയ്യുക. ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും ചെയ്തു കൊടുക്കുക. പിന്നെ എൻ്റെ ഈ ഒരു മൊബൈൽ ഫോൺ ഓഫ് ആയിരുന്നു. ഞാൻ നാട്ടിലായ സമയത്ത് ഫുൾ ഓഫ് ആക്കിയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഓൺ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വാട്സപ്പിൽ എല്ലാവർക്കും കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പം തന്നെ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പറ്റാവുന്ന സമയം എന്താ പറയുക, ഫ്രീ ടൈം കണ്ടെത്തിയിട്ട് അതിന് റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഫോൺ എടുക്കാത്തതിന് കുറേ ചീത്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വേറെ ഒന്നും കൊണ്ടല്ല, കുറേ കോൾസ് ഒരുമിച്ച് തന്നെ വരുന്ന സമയത്ത് നമുക്കത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഒറ്റയടിക്കാൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ എല്ലാവരോടും പറയാറുള്ളത്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രീ ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിന് റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ചെറുതായിട്ടൊരു മഴ ഡൽഹിയിൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത്രയും ദിവസം ഇവിടെ മഴയൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വന്നുകൊണ്ടാണോ എന്നറിയില്ല, ചെറിയൊരു മഴ എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ വണ്ടിയിൽ കയറി നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതായാലും ഒരു ഡ്രൈവും കൂടി ആക്കിയിട്ട് കാണിക്കാം. അപ്പോൾ 2014 ഫോർച്യൂണർ കേട്ടോ. 14 ഫോർച്യൂണർ നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 1,37 കേട്ടോ ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററീൻ്റെ കാര്യം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട. കാരണം മീറ്റർ ടാമ്പറിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഹിസ്റ്ററിക്കകത്ത് അവർ എൻ്റർ ചെയ്യുന്ന സമയത്ത് 1-ന് പകരം 2 ആയി പോയതാണ്. ഓൾറെഡി ഓണർ അതിന് മെയിൽ ചെയ്തിട്ടുണ്ട് ടൊയോട്ടയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫോർച്യൂണർ ഏതായാലും ഡൽഹിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ വേണ്ടവർ ഏതായാലും കോൺടാക്ട് ചെയ്യുക. തുടർന്നും വീഡിയോസ് വരും. ഇനിയിപ്പോൾ ഏതായാലും 2 ക്രിസ്റ്റ കാണിക്കാനുണ്ട്. ക്രിസ്റ്റ വീഡിയോ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഓണറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഫുള്ള് ഫ്രീ ആയി കഴിഞ്ഞാൽ വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2016 മോഡൽ V ഓപ്ഷനിൽ വരുന്ന ക്രിസ്റ്റയാണ്. ബ്രോൺസ് കളറിലുള്ള വണ്ടി കേട്ടോ. നല്ല വണ്ടിയാണ്. അപ്പോൾ ഏതായാലും അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്തേക്കണം. കാരണം നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഡിലേ വന്നു. ഞാൻ ഏകദേശം ഒരു 1.5 മാസത്തോളം നാട്ടിലായി പോയി. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇവിടെയുള്ള ഈ 20 ദിവസം കൊണ്ട് തന്നെ മാക്സിമം വണ്ടികൾ ഏതായാലും കവർ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.